യുദ്ധം ഇരു കൂട്ടർക്കും നഷ്ടം മാത്രമേ വിതയ്ക്കുകയുള്ളൂ. ആർക്കും ഒരു വിജയവും നൽകുന്നില്ല. പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ ഒരു രാജ്യത്തിന് വിജയമാണ്, മറ്റു രാജ്യത്തിന് നഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മൊത്തത്തിലൊന്ന് കൂട്ടിക്കീച്ച് നോക്കുമ്പോൾ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനിയിപ്പോൾ യുദ്ധം നടക്കുന്നത് മറ്റേതോ രാജ്യത്താണ്, ഇറാനിലാണ്, ഇറാഖിലാണ്, അല്ലെങ്കിൽ GCC കൺട്രീസിലാണ്, നമ്മളിവിടെ സേഫാണ്, അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടവുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയല്ല, നമുക്കും നഷ്ടങ്ങളേ ഉള്ളൂ. നമുക്ക് GCC കൺട്രീസിൽ നിന്ന് വരുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് അവിടെ നിൽക്കും. അതുപോലെ നമുക്ക് എല്ലാത്തിനും വില കയറ്റും കാര്യങ്ങൾ. ഗോൾഡിനൊക്കെ വില കൂടിയത് വലിയ വിഷയമാക്കി ചർച്ച ചെയ്യുന്നത് കേട്ടു അല്ലേ? എണ്ണ വില കൂടും, മറ്റു ഭക്ഷ്യവസ്തുക്കൾക്കുള്ള വില കൂടും. അങ്ങനെ മൊത്തത്തിൽ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഓരോ ദിവസവും പുറത്തോട്ട് വരുന്ന ഫോട്ടോസൊക്കെ കണ്ടിട്ട് മെൻ്റലി ആയിക്കോട്ടെ, എങ്ങനെയായാലും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കാനുള്ളൂ. യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക.